മറ്റേ മ്യൂസിക് ഇട് പാപ്പ. ഞാൻ ആലോചിക്ക് വരുന്നത് ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ അങ്ങോട്ട് അടിച്ചു മാറ്റിയാലോ എന്നേ. അതായത് മനോരമ ഇമ്പാക്റ്റ്, മാതൃഭൂമി ഇമ്പാക്റ്റ് മൂലം ഇന്ന കാര്യങ്ങൾ നടന്നെന്നും പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ പരസ്യം കൊടുക്കാറുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ബട്ട് വൈ ഇമ്പാക്റ്റ് ഇതാ ശ്രീലേഖ മാടന്തേ ഇങ്ങനെ സംസാരിച്ചു. ഇനി പത്രപ്രവർത്തകരോടൊന്നും കൂടുതൽ നേരിട്ടൊന്നും സംസാരിക്കുന്നില്ല, അമ്മമാർ കട്ട് ചെയ്ത് കളയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നതായിരിക്കും എന്ന് മാഡം പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തല്ലോ, ഏത് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മളെ മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ ചൊറിഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ട് വരുമല്ലോ. നമ്മളെ പോകുന്ന വഴിയെല്ലാം ഈ കമ്പും കോലുമായിട്ട് വരും. അപ്പോൾ ആ സമയത്തെല്ലാം എപ്പോഴും ഇവർക്ക് ബൈറ്റ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മാഡത്തിന് ജനങ്ങളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടല്ലോ, അതുവഴി അറിയിക്കുക. പിന്നെ അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിക്കുക, ഇത്രയൊക്കെ ആവശ്യമല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ശ്രീലേഖ മാഡത്തിന്റെ വാക്കുകളിലേക്കും കൂടെ ഒന്ന് കിടക്കാം. ഒരു വിവാദം പുകഞ്ഞു വരുന്നുണ്ട്. തീയില്ലാതെ പുക ഉണ്ടാക്കാൻ വിദഗ്ധരാണല്ലോ ചില മാധ്യമ പ്രവർത്തകർ. കുറെ പേര് വിളിക്കുന്നു, മാധ്യമങ്ങളിലുള്ള കുറെ സുഹൃത്തുക്കളാണ്. അവരോട് ഇത് പറഞ്ഞാൽ അവരത് എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള വിവാദങ്ങൾ ഉൾപ്പെടുത്തി മാത്രമേ കാണൂ. ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നത് കൗൺസിലർമാർ കുറച്ചുപേര് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കണമെന്ന്. അപ്പൊ 14 പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകാനായിട്ട് ആദ്യം തീരുമാനിച്ചത്. ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും വലിയ ഒരു യാത്ര കേരള എക്സ്പ്രസിൽ നടത്താൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഫ്ലൈറ്റിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം എന്നൊരു ഓഫർ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാണ് വെറുതെ കാശ് കളയുന്നത്. ഡൽഹിയിൽ പോകുമ്പോൾ നല്ല ചെലവാണ് പാർട്ടിക്ക്. ഞാൻ കാരണം അത്രയും ചെലവ് ഉണ്ടാകണ്ട എന്നുള്ള ഒരു ധാരണയിലാണ്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറെ ബുദ്ധിമുട്ടുമുണ്ട്. അപ്പൊ 5 ദിവസം മാറി നിൽക്കാം, പ്രയാസമാണ്, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതാണ് ശരിക്കുമുള്ള കാര്യം. അല്ലാതെ പ്രതിഷേധിച്ചോ ആരോടും അനിഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ എന്നെ അതാക്കിയില്ല ഇതാക്കിയില്ല എന്നൊക്കെയുള്ള എന്റെ നീരസം പ്രകടിപ്പിക്കാനോ ഒന്നും അല്ല പോകാത്തത്. ഞാനേ എന്നോട് തന്നെ ബഹുമാനം തോന്നിയിട്ട് കുറച്ചേരം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കട്ടെ. മറ്റേ മ്യൂസിക് ഇട് പാപ്പ. കേട്ടോ, ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് ശ്രീലേഖ മാഡം ഇങ്ങനെ ഇനി സോഷ്യൽ മീഡിയ വഴി മാത്രം ആൾക്കാരോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ഞാൻ പറഞ്ഞാലോ. അല്ല, പിന്നെ എൻ്റെ ക്രെഡിറ്റ് ചുമ്മാ കിടക്കട്ടെന്നേ, ഉണ്ടായാലും ഇല്ലേലും. പിന്നെ ചില ആൾക്കാർ ഇതിനെ ഇങ്ങനെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരുപാട് കൗൺസിലർമാരുണ്ടല്ലോ, അവരാരും ഇതുപോലെ വിശദീകരണം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാവർക്കും മറ്റും ക്ഷണമില്ലല്ലോ. അപ്പോൾ മാഡം മാത്രം ഇങ്ങനെ മുൻകൂറായിട്ട് പറയുന്നത്, അതായത് ഞങ്ങളെ ഇവിടെ തലക്കടം വെട്ടുക എന്ന് പറയും. അപ്പോൾ മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ കാര്യമില്ല, വേറെ ആരും കൗൺസിലർമാരും ഇങ്ങനെ പറയുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് വേണമെങ്കിൽ പറയാം, നമ്മുടെ 20 MP-മാരുണ്ട് ഇവിടെ, ബാക്കി 19 എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവർക്കും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരൊറ്റ MP എന്ത് ചെയ്യുന്നു എന്ന് മാത്രം തിരക്കി നടന്നാൽ മതി. എന്നിട്ട് അന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ VV രാജേഷ്, ശ്രീലേഖ മാഡം ഇവരൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ഇത്ര നാൾ ഇവിടെ തിരുവനന്തപുരത്ത് കുറേ കൗൺസിലർമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരെ ആർക്കും അറിയാൻ വേണ്ടായിരുന്നു അവരെന്ത് ചെയ്യുന്നതെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ BJP അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും BJPയുടെ പുറകെയാണ് സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ചും ശ്രീലേഖ മാഡമോ സുരേഷ് ഗോപി സാറിൻ്റെ ഒക്കെ പുറകെയാണ് ആൾക്കാർ നടക്കുന്നത്. അപ്പോൾ അവർ ആദ്യം തന്നെ അങ്ങ് പറഞ്ഞേക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാത്തവരെ ആരും ശ്രദ്ധിക്കുന്നു, മനസ്സിലായോ? അല്ലാത്തവരെ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊന്നും ആർക്കും അറിയണ്ടല്ലോ, ഇവർ ചെയ്യണമെന്നല്ലേ അറിയേണ്ടത്. അതുകൊണ്ടാണ് അവരിട്ടത്, മറ്റുള്ള കൗൺസിലർമാരും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് മനസ്സിലായോ? പിന്നെ മാഡം മുൻകൂറായിട്ട് തന്നെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതും നന്നായി കേട്ടോ, അല്ലെങ്കിൽ അന്നേരം തന്നെ കുത്തിത്തിരിപ്പായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും മാഡം ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി ഇടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇവന്മാർ ഈ കമ്പും കോലുമായിട്ട് വരുന്നമാർ മുമ്പിൽ പോയി നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്ത് അവന്മാർ ഓരോ സംഭവങ്ങളാക്കി വളച്ചൊടിച്ചിരിക്കും. അപ്പോൾ നമ്മളുടെ ഇമ്പാക്റ്റ് ആയല്ലേ, ബട്ട് ബൈ ഇമ്പാക്റ്റ്. എന്താ അല്ലേ.